ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ 7 ഡേ ചലഞ്ചിൻ്റെ 5th ഡേ വീഡിയോ ആണേ. അപ്പം നമ്മുടെ പതിവ് പരിപാടി തുടങ്ങിയാലോ. പതിവ് പരിപാടി എന്താണെന്നറിയാലോ? ക്ലെൻസിങ്. ഞാൻ ക്ലെൻസിങ് ഉപയോഗിക്കുന്നത് പയറുപൊടിയാണ്, അത് നിങ്ങൾക്കറിയാലോ. അപ്പം പയറുപൊടി ഉപയോഗിക്കുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാം, നമ്മളെ ക്ലെൻസ് ചെയ്യാൻ, നമ്മുടെ മുഖം നല്ലതായിട്ട് ക്ലീൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നൊരു സാധനമാണ്. പിന്നെ ചെറുതായിട്ട് ഒന്ന് ബ്രൈറ്റനിങ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ മുഖം നല്ല ഗ്ലോ ആയിട്ട് തോന്നിക്കും. അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങൾ ഇത് തേക്കുന്നതുകൊണ്ടുണ്ട്. സോപ്പിന് പകരം നമ്മൾ പയറുപൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള കുരുക്കളും കറുത്ത പാടുകളും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറ്റിത്തരാൻ സഹായിക്കുന്നൊരു സാധനമാണ് ഈ പയറുപൊടി. ഞാൻ പയറുപൊടി ഉപയോഗിക്കുമ്പോൾ നല്ല പൊടിയാക്കാറില്ല, തൈരായിട്ട് വെച്ചിട്ടാണ്, അല്ല ചേച്ചി സോറി, തരിയായിട്ട് വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ തരിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൂക്കിൻ്റെ അവിടെയും ചുണ്ടിൻ്റെ താഴെയൊക്കെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോരും കേട്ടോ. തരിയായിട്ടെടുത്ത് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലത്. അപ്പം നമ്മുടെ നന്നായിട്ട് 5 മിനിറ്റോളം ഞാൻ മസാജ് ചെയ്തിട്ട് ഒന്ന് കഴുകിയിട്ടൊക്കെ വന്നിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് നമ്മുടെ കസ്തൂരി മഞ്ഞൾ മിക്സ് ചെയ്ത സാധനം ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നേരത്തെ കലക്കി വെച്ചില്ല, ഇപ്പോഴാണ് കലക്കുന്നത് കേട്ടോ. അപ്പം എന്നിട്ടൊന്ന് കലക്കിയിട്ട് അത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ എല്ലാവരും വീട്ടിലുള്ള അമ്മയെല്ലാം എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്കിത് തൈരും പാലും ഒക്കെ ഒഴിച്ചിട്ട് തേനും ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തുകൂടെ, തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം വരുമെന്ന് പറഞ്ഞു. ഞാനപ്പം തുടക്കത്തിലെ വെള്ളം വെച്ചിട്ടല്ലേ ചെയ്തത്. അത് മാത്രമല്ല, ഞാൻ ഇതിനു മുന്നേ ഇത് കസ്തൂരി മഞ്ഞൾ മാത്രമായിട്ട് തേച്ചപ്പോൾ പാലും തൈരും ഒക്കെ യൂസ് ചെയ്തപ്പം എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല കേട്ടോ. വ്യത്യാസം തോന്നാത്തതിൻ്റെ മെയിൻ കാരണം ഞാൻ വല്ലപ്പോഴും ഒക്കെ, ഇപ്പം ആഴ്ച 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒരിക്കലൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും വാരി തേക്കുന്നത്. 1-2 ആഴ്ച 2-3 ദിവസമൊക്കെ തേച്ചാൽ അതിനൊരു വ്യത്യാസം അറിയാൻ പറ്റൂ ഗൈസ്. എനിക്കറിയില്ലായിരുന്നു, ഞാൻ ഒരു ദിവസമൊക്കെയാണ് തേച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് തന്നെ തോന്നി ഇത് ഞാൻ കുറച്ച് നാളൊന്ന് നല്ല രീതിയിൽ യൂസ് ചെയ്ത് നോക്കുമ്പോൾ റിസൾട്ട് കിട്ടുമല്ലോ എന്ന് കരുതി ഞാൻ യൂട്യൂബ് ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, വെള്ളം വെച്ചിട്ട് തുടക്കത്തിൽ ചെയ്തുകൊണ്ടാണ് എനിക്ക് പിന്നീട് വെള്ളം വെച്ച്, അല്ലാതെ തൈരോ പാലോ വെച്ച് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് വെള്ളം വെച്ച് തന്നെ ചെയ്തു തുടങ്ങിയതുകൊണ്ട് ഞാൻ ഇപ്പോഴും വെള്ളം വെച്ച് തന്നെ ചെയ്യുന്നു. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് ഉണങ്ങിയിട്ട് വന്നപ്പം നമ്മളത് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് നനച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് നമ്മൾ കഴുകിക്കളയണം, അതാണ് നല്ലത്. അല്ലാതെ നമ്മൾ നേരിട്ട് എന്ന് വെള്ളം ഒഴിച്ച് ഇട്ട് ഉരച്ച് കഴിഞ്ഞാൽ മുഖത്ത് നല്ല രീതിയിൽ സ്ക്രാച്ചസ് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് വേണം അത് കഴുകിക്കളയാൻ. അപ്പോൾ ഞാനിത് കഴുകുകയാണേ, നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണേ. അപ്പോൾ നോക്കൂ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ വ്യത്യാസം തോന്നുന്നുണ്ടോ? എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അമ്മ ഇടയ്ക്കൂടെ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഞാനതാണ് അമ്മേനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ വ്യത്യാസം കണ്ടല്ലോ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ടാറ്റാ.